പ്രവാചകനും സ്വഹാബത്തും ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാരും തന്നെ ചെയ്യാത്ത കർമ്മം നിങ്ങൾ എന്തിനു ചെയ്യുന്നു? അത് ബിദ്അത്തല്ലേ? ബിദ്അത്ത് കൊണ്ടുള്ള വിവക്ഷയും എന്താണ് ബിദ്അത്ത് എന്നും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടായി ഇമാം ഷാഫി റളിയല്ലാഹു പഠിപ്പിക്കുന്നു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി ദർബാൻ. പുതുതായി ഉണ്ടായ കാര്യങ്ങളെ രണ്ടായി വിഭജിക്കാം. ഒന്ന്, പ്രമാണങ്ങളായ ഖുർആന്, സുന്നത്ത്, അഥർ, ഇജ്മാ എന്നിവക്ക് വിരുദ്ധമായി ദീനിൽ പുതുതായി കൊണ്ടുവരുന്നതാണ്. ഇത് പേച്ച ബിദ്അത്താണ്. എന്നാൽ മേൽ പറഞ്ഞ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകാത്ത നിലയിൽ പുതുതായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇവ ആക്ഷേപാർഹമല്ലാത്ത നല്ല ബിദ്അത്തുകളാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ നബിദിനം തള്ളേണ്ട ബിദ്അത്താണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നബിദിനം എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രമാണങ്ങൾക്ക് എതിരാവുന്നതെന്ന് പറയേണ്ടതുണ്ട്. നബിതങ്ങൾ ചെയ്തോ സ്വഹാബത്ത് ചെയ്തോ എന്നാണ് അടുത്ത ചോദ്യം. നബിതങ്ങളെ സ്നേഹിച്ച സ്വഹാബാക്കളെ പോലെ നമുക്കാവാൻ പറ്റുമോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റസൂലിന്റെ നാട്ടിലൂടെ ചെരുപ്പ് ധരിച്ച് നടക്കില്ല. പ്രിയപ്പെട്ട സഹോദരൻ സാബിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് പുതിയ ബിദ്അത്താണ്, പഴയ ബിദ്അത്താണ്. അങ്ങനെ ഒരു ബിദ്അത്തുണ്ടോ സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ റസൂൽ കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും നാശമാണ്, ആ ലൊലാലത്ത് നമ്മെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറയുമ്പോൾ, പുതിയ സുഗന്ധത്തോടെ പുതിയ പരിമളത്തോടുകൂടി വീണ്ടും അത്തരം കാര്യങ്ങളെ പുതിയ രൂപത്തിലേക്ക് സൃഷ്ടിക്കുമ്പോൾ റബ്ബിൻ്റെ മുന്നിൽ നാം ഇതിന് സമാധാനം പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചിരുന്ന, സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ചിരുന്ന, അമ്പെയ്യുമ്പോൾ അമ്പുകൾ സ്വന്തം ശരീരത്തേക്ക് വന്ന് നെഞ്ചിൽ ശരീരത്തിലേക്ക് തറച്ചിട്ട്, റസൂലെ ഞങ്ങളുടെ ശരീരത്തിൽ തറച്ചിട്ടേ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് വരികയുള്ളൂ എന്ന് റസൂലിന് സംരക്ഷണം തീർത്ത റസൂലിൻ്റെ സ്വഹാബികളോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ആരും ചെയ്യാത്ത ഇത്തരം ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും സഹോദരങ്ങളെ എവിടെ വഴിമാറിയെന്ന് ചോദിച്ചാൽ, ജൂതനസാറാക്കൽ അവരുടെ ചർച്ചുകളും അവരുടെ ആരാധനാലയങ്ങളും ലൈറ്റുകൾ കൊണ്ട്, അവർണാഭമായ കളർഫുള്ളായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ നമ്മുടെ പള്ളികൾ മാറിയിരിക്കുന്നു, നമ്മുടെ മസ്ജിദുകൾ മാറിയിരിക്കുന്നു. അന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അവിടെ നിങ്ങൾ അല്ലാഹുവല്ലാത്തത് ഒന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് നമ്മെ ഉണർത്തുന്നത് പരിശുദ്ധ ഖുർആനാണ്. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം അങ്ങനെയാണോ സഹോദര?